ഇത്തവണ ജയിലിൽ കിടക്കുന്നവരോട് പ്രത്യേക എന്തോ സ്നേഹമുള്ളത് എന്ന് തോന്നുന്നു. കാരണം അവർക്ക് ഇച്ചിരി സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിലെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ സിമ്പിളാണ് എന്നാണ് പറഞ്ഞത്. അവർക്ക് കുറച്ചധികം സ്റ്റിക്കി നോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പേപ്പറുകളിൽ അവർ ലേലു അല്ലു ലേലു അല്ലു ലേലു അല്ലു അഴിച്ചുവിട് പ്ലീസ് എന്ന് എഴുതി വെക്കണം. അങ്ങനെ ഒരു സ്റ്റിക്കറിൽ ആദ്യം എഴുതിയിട്ട് അത് നേരെ ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കണം. അങ്ങനെ ഒട്ടിച്ച് വെച്ച ശേഷം അടുത്തതിൽ എഴുതണം, അത് വീണ്ടും ഒട്ടിക്കണം. ഒരുമിച്ച് എഴുതിയിട്ട് ഒട്ടിക്കാൻ പറ്റത്തില്ല. ഒരെണ്ണം എഴുതുക, പിന്നെ ഒട്ടിക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും എഴുതുക, ഒട്ടിക്കുക. ഇങ്ങനെ ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിൽ വേണം അത് മൊത്തം എഴുതി തീർക്കാൻ. അങ്ങനെ അത് അവർ മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നുമുണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് അവരെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്രയും മനോഹരമായി ജയിൽ ടാസ്ക് ചെയ്ത വേറെ ആരും തന്നെ കാണില്ല, ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അനീഷ് എന്ത് ടാസ്ക് ചെയ്താലും അങ്ങനെയാണല്ലോ പറയുന്നത്. അതിൻ്റെ ഇടയിൽ അനുമോള് കടന്ന് വെറുതെ കരയുന്നൊക്കെ ഉണ്ട്. അത് പിന്നെ അനുവിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ, ചുമ്മാ ആവശ്യമില്ലാതെ കരയുന്നത് അനുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ കരയുന്നത്, ഞാനിനി എന്തെങ്കിലും ചെയ്തിട്ടാണോ നീ കടന്ന് കരയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവർ മനോഹരമായിട്ട് തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.